ഗണേഷ് കുമാറിൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ പോലീസ് ഇടപെടുന്നത് ഇനി കാലതാമസം വരാൻ പാടില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്ത് എത്ര ക്വിക്കായിട്ടാണ് കേസെടുത്തത്. അദ്ദേഹത്തിന് ഓടിച്ചിട്ട് പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇവിടെയും മന്ത്രി ഗണേഷ് കുമാറിനെ ഓടിച്ചിട്ട് പിടിക്കുമോ? കാരണം ഇവിടെ ഇപ്പം വരുന്ന ചില പ്രശ്നങ്ങൾ, നിയമപ്രശ്നം ഞാൻ പറഞ്ഞു, അതിനെ 498A അനുസരിച്ച് കേസ് സോമോട്ടോ ആയിട്ട് എടുക്കാം. അവർ പരാതിപ്പെട്ടിട്ടുണ്ട് 112, അതുകൊണ്ട് ആ കേസ് നിലനിൽക്കും. മറ്റൊരു കാര്യം നമ്മളിവിടെ ചിന്തിക്കേണ്ടത്, ഈ വന്ന സ്ത്രീ ആരാണ്, അവർക്ക് പ്രായം എത്ര, അവർ വിവാഹിതയാണോ, ഭർത്താവുണ്ടോ, ആ കാര്യം അന്വേഷിക്കണമല്ലോ. ഭാര്യ അവിടെ വന്നപ്പം ഒരു സ്ത്രീയെ കണ്ട് ഫോട്ടോ എടുത്തു, അത് അവരുടെ കയ്യിലുണ്ട്. പോലീസ് അത് അവരുടെ നിന്ന് വാങ്ങണം. ആരാണ് ആ സ്ത്രീ എന്ന് കണ്ടുപിടിക്കണം. അവർക്ക് ഭർത്താവുണ്ടോ, ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടെയുള്ള ഒരു ബന്ധമായിരുന്നോ ഇത്? അങ്ങനെ ഭർത്താവിൻ്റെ സമ്മതം ഇല്ല എങ്കിൽ അതൊരു ഒഫൻസാണ്. സമ്മതം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ദർ ഈസ് നോ ഒഫൻസ് അറ്റ് ഓൾ എന്നാണ് ഞാൻ പറയുന്നത്.